എന്താണ് CSK ക്യാമ്പിൽ നിന്ന് നടക്കുന്നത്? ഇതുവരെ സഞ്ജു സാംസൺ ആ മഞ്ഞക്കുപ്പായത്തിൽ നിന്ന് ഒരു ചിരി പോലും ചിരിച്ചിട്ടില്ല. ക്യാമറ കണ്ണുകളിൽ ഇതുവരെ സഞ്ജു ചിരിക്കുന്ന ഒരു ദൃശ്യം പോലും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും സഞ്ജുവിന് നേരെ തലങ്ങും വിലങ്ങുമാണ് വിമർശകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അനാവശ്യമായ പ്രഷർ CSK സഞ്ജുവിന് മേൽ ഇടുകയാണോ എന്നൊരു നിർണായകമായ ചോദ്യം കൂടിയുണ്ട്. ധോണിയുടെ വഴിയെ ഞാൻ സഞ്ചരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ കൂളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗേക്വാദ് ഇവിടെ ഓരോ മത്സരങ്ങളും നിയന്ത്രിക്കുന്നത്. ഒരു നിർണായകമായ ഘട്ടത്തിൽ പോലും ഒരു വിക്കറ്റ് കീപ്പറായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലെയർ സഞ്ജു സാംസണെ ഇത്രയും പൈസ കൊടുത്ത് നിങ്ങൾ ടീമിലേക്ക് വാങ്ങുമ്പോഴേക്കും അയാളുടെ ബെസ്റ്റ് ഓഫ് ദി ഔട്ട്പുട്ട്സ് കൊണ്ടുവരാൻ ശ്രമിക്കൂ. അയാൾ ബാറ്റിംഗിൽ തിളങ്ങുന്നില്ല, ശരി, ഹി വാസ് എ ക്യാപ്റ്റൻ ഓഫ് രാജസ്ഥാൻ റോയൽസ്. അയാൾക്കൊരു ഫ്രാഞ്ചൈസിനെ നയിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അയാൾക്ക് എങ്ങനെ ഒരു ടീമിനെ നയിക്കണമെന്ന് കൃത്യമായി അറിയാം. ആസ്ക് ഹിസ് അഡ്വൈസ്. അതിനെന്തിനാണ് ഗേക്വാദ് മടിക്കുന്നത്? സഞ്ജുവും ഗേക്വാദും കൂടി ഒരുമിച്ച് ഒരു ക്യാമറ ഫ്രെയിമിൽ നിന്നുകൊണ്ടൊരു കാര്യം സംസാരിക്കണമെങ്കിൽ വിരലിലെണ്ണാവുന്ന 2-3 ഫ്രെയിം മാത്രമേ ഉള്ളൂ. കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ എന്തുകൊണ്ട് ഇരുവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നില്ല? എന്തുകൊണ്ട് സഞ്ജു സാംസണെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല? ടീമിൽ ഇപ്പോഴും അന്യനാണോ? 3 മത്സരങ്ങൾ കളിച്ച ആ ഓപ്പണർ നിർണായകമായ ഒരു ചോദ്യമാണ്.